എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ നാളെ അവസാനിക്കും. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ട് എങ്കിൽ നാളെ വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികളുടെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ പല വിദ്യാർത്ഥികൾക്കും ഒരു സംശയമുണ്ടാകും, എന്തുകൊണ്ടാണ് സെക്കൻഡ് സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞിട്ടുള്ളത്, കാരണം ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ഒന്നും വന്നിട്ടില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷ സമർപ്പിക്കുന്ന വിദ്യാർത്ഥികളെ മാത്രമാണ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് അഡ്മിഷൻ നടത്തുന്നതിനായിട്ട് പരിഗണിക്കുക. അതായത് ഇപ്പോൾ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്ന ശേഷം അതിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടും. അപ്പോൾ അതിനുശേഷം അഡ്മിഷൻ നേടിയിട്ടുള്ള, അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളെ ഒഴിവാക്കി അതിനുശേഷം പിന്നീട് അലോട്ട്മെൻ്റ് ഒന്നും കിട്ടാത്ത വിദ്യാർത്ഥികളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്ത സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും. സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് ഓപ്ഷൻ നൽകാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതല്ല. വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫസ്റ്റ് സപ്ലിമെൻ്ററി അപേക്ഷിച്ച വിദ്യാർത്ഥികളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരിക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പിന്നീട് സ്പോട്ട് അഡ്മിഷനുകളാണ് ഉണ്ടായിരിക്കുക. അതായത് വേക്കൻറ്റ് സീറ്റ് അഡ്മിഷൻ എന്ന രീതിയിൽ അഡ്മിഷൻ നടത്തുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിനായിട്ട്, അതായത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ട് അപേക്ഷ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം പിന്നീട് സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നടത്തുന്നതായിരിക്കും. സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വന്ന ശേഷം പിന്നീട് വിദ്യാർത്ഥികൾക്ക് ഏകദേശം, അതായത് അതിന് ശേഷമായിരിക്കും ഈ ഒരു സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നടത്തപ്പെടുക. സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഈ ഒരു പരിഗണിക്കുന്നത് ഫസ്റ്റ് സപ്ലിമെൻ്ററിക്ക് അപേക്ഷ സമർപ്പിച്ച് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളെ മാത്രമാണ്. ഓൾറെഡി ഈ ഒരു അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നാളെ വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികളുടെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ സ്കൂൾ ലിസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ജില്ല താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ജില്ല സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. അത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു ജില്ലയിലെ ഓരോ സ്കൂളിൻ്റെ ഡീറ്റെയിൽസും കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നിങ്ങളുടെ വീടിനടുത്ത് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്ന സ്കൂളുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കുക. അതിനുശേഷം ആ ഒരു സ്കൂളിൻ്റെ കോഡും അതുപോലെ സ്കൂളിൻ്റെ പേരും കറക്റ്റ് ഒരു പേപ്പറിൽ എഴുതി വെക്കുക. അതിനുശേഷം ആ ഒരു സ്കൂളിലുള്ള കോഴ്സുകളുടെ ആ ഒരു നമ്പറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് 43, 41, 41, 6, 43, 7 എന്നിങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു കോഡ് കൂടി കറക്റ്റായിട്ട് ഒരു പേപ്പറിൽ എഴുതി വെക്കുക. പേപ്പറിൽ എഴുതി വെച്ച ശേഷം വിദ്യാർത്ഥികൾക്ക്, അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം, അതുപോലെ തന്നെ സ്കൂൾ ഗവൺമെൻറ് സ്കൂളാണോ എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗവൺമെൻറ് ആണോ മാനേജ്മെൻറ്റ് സ്കൂളാണോ എന്നുള്ളത്. അതുപോലെ എയ്ഡഡ് സ്കൂളുണ്ട്. എയ്ഡഡ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സ്കൂൾ പോലെ തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു കോഴ്സ് ലിസ്റ്റ് എന്നുള്ളത്. അപ്പോൾ കോഴ്സ് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കോഴ്സ് വന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് നേരത്തെ ആ ഒരു നിങ്ങൾ എഴുതി വെച്ച ആ ഒരു കോഴ്സിൻ്റെ കോഡ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു സ്കൂളിലുള്ള കോഴ്സ് എന്നുള്ളത് മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ചില കോഴ്സിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് കാണാം. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഒക്കെ എഴുതാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു സബ്ജക്റ്റിനോടൊപ്പം തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉള്ള വിഷയം. അപ്പോൾ അതാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. അതായത് ആ ഒരു കോഴ്സിലേക്കാണ് അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അഡീഷണൽ മാത്സ് പഠിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു അഡീഷണൽ മാത്സ് കൂടി പഠിക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. കാരണം ഈ ഒരു അഡീഷണൽ മാത്സ് കൂടി പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു എഞ്ചിനീയറിംഗ്, അതായത് മെഡിക്കൽ ഫീൽഡിനോടൊപ്പം തന്നെ എഞ്ചിനീയറിംഗിൻ്റെ പരീക്ഷ കൂടി എഴുതാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ കാൻഡിഡേറ്റിന് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് യൂസർ മാനുവൽ ഫോർ ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ ഒരു PDF ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു PDF ഓൾറെഡി ഡൗൺലോഡ് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ജസ്റ്റ് ഇത് ഞാൻ ഓപ്പൺ ആക്കുന്നു. അപ്പോൾ ഈ ഒരു PDF നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ നൽകുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ. അതുപോലെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ നേരത്തെയുള്ള ആ ഒരു കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയാണ് വരിക. ഈ ഒരു പേജാണ് വരിക. അപ്പോൾ അതിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലെ ഈ ഒരു പേജ് വരും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഇത് മനസ്സിലാക്കിയിട്ട് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നാളെ വൈകുന്നേരം 5 മണി വരെയാണ് നിങ്ങൾക്ക് ഇതിനുള്ള അപേക്ഷ സമർപ്പിക്കാനായിട്ട് പറ്റുക. അപ്പോൾ ഈ ഒരു അപേക്ഷ ായിട്ട് അതായത് വിദ്യാർത്ഥികൾ ഇതുവരെ അപേക്ഷ നൽകാത്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ ഇതുവരെ അലോട്ട്മെൻറ്റിന് അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷയിലെ തെറ്റ് കാരണം അഡ്മിഷൻ കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയും എന്നാൽ അഡ്മിഷൻ നേടാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഘട്ടത്തിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അപേക്ഷിക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ വഴി വിദ്യാർത്ഥികൾക്ക് പുതിയ അപേക്ഷ നൽകാനും അതുപോലെ
നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ വഴി നിങ്ങൾക്ക് അതായത് ഇതുവരെ അപേക്ഷ സമർപ്പിക്കുകയും എന്നാൽ അലോട്ട്മെൻ്റ് ഒന്നും കിട്ടാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷ എഡിറ്റ് ചെയ്ത് അതായത് ആപ്ലിക്കേഷനിലെ വിവരങ്ങൾ എഡിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപേക്ഷയിൽ പുതിയ ഓപ്ഷനുകൾ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് അപേക്ഷ നൽകാം. അതുപോലെ വേക്കൻസി ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ജില്ല ഏത് ജില്ലയിലാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് ഗെറ്റ് ഡാറ്റ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ചില കോഴ്സുകൾക്ക് വേക്കൻസി 0 എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാം. അപ്പോൾ വേക്കൻസി 0 ആയിരുന്നാൽ നിങ്ങൾക്ക് ആ ഒരു സ്കൂളിലേക്ക് ഓപ്ഷൻസ് കൊടുക്കാവുന്നതാണ്. കാരണം ഇതിൽ കൂടി നിങ്ങൾ ഓപ്ഷൻസ് വേക്കൻസി ഇല്ലെങ്കിൽ കൂടി ഓപ്ഷൻ നൽകണം എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വേക്കൻസി ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന സ്കൂളിൽ നിങ്ങൾ ഓപ്ഷൻ വെക്കുക. കാരണം ഈ ഒരു ഫസ്റ്റ് സപ്ലിമെൻ്ററിക്ക് ശേഷം പിന്നീട് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടാകും. അപ്പോൾ ആ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് ഇപ്പോൾ വേക്കൻസി ഇല്ലാത്ത സ്കൂളിലേക്ക് കൂടി ആ ഒരു സമയത്ത് മറ്റുള്ള കുട്ടികൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറുന്ന സമയത്ത് അവിടെ വേക്കൻസി വരും. അപ്പോൾ അങ്ങനെ വേക്കൻസി വരുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് പിന്നീട് അടുത്ത സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങളെ ആ ഒരു സീറ്റിലേക്ക് പരിഗണിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ ഇതുവരെ നൽകിയിട്ടില്ലെങ്കിൽ ഓൺലൈനായിട്ട് നിങ്ങൾ നാളെ വൈകിട്ട് 4 മണിക്ക് മുമ്പായിട്ട് അല്ലെങ്കിൽ 5 മണിക്ക് മുമ്പായിട്ട് നിങ്ങളുടെ അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അതായത് ഫസ്റ്റ് സപ്ലിമെൻ്ററി സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിനുള്ള ഒരു അവസരമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.